5 മിനിറ്റ് തയ്യാറെടുപ്പ്, അത്ര തന്നെ. മുട്ടയും ഒരു കുക്കറും പിന്നെ വളരെ എളുപ്പത്തിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ടെങ്കിൽ ഒരു കിടിലൻ മുട്ട റോസ്റ്റ് റെഡി. മിനിറ്റുകൾക്കുള്ളിൽ ഈ രുചികരമായ മുട്ട റോസ്റ്റ് നമുക്ക് തയ്യാറാക്കാം. വരൂ, ഈ എളുപ്പമുള്ള കുക്കർ മുട്ട റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹായ് എവ്രി വൺ, ഐ എം സീന. യു ഓൾ ആർ വെൽക്കം ടു മൈ ചാനൽ. ഈ മുട്ട റോസ്റ്റ് ചപ്പാത്തി, അപ്പം, ഇടിയപ്പം, പുട്ട് എന്നിവയ്ക്കൊക്കെ കൂടെ കഴിക്കാൻ വളരെ രുചിയുള്ളതാണ്. പെട്ടെന്ന് തയ്യാറാക്കേണ്ട ഒരു സൈഡ് ഡിഷാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഈ റെസിപ്പി തീർച്ചയായും പരീക്ഷിച്ച് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇതിന് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ട 6 എടുത്തിട്ടുണ്ട്. സവാള 3 മീഡിയം സൈസിലുള്ള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി 2 വലുത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി 3 വലുത്. പിന്നെ നമുക്ക് വേണ്ടത് പെരിഞ്ജീരകം ഒരു 1/2 ടീസ്പൂൺ, കുരുമുളക് 1 ടീസ്പൂൺ, ഗ്രീൻ ചില്ലി 2 ടീസ്പൂൺ, 2 ടീസ്പൂൺ അല്ല 2 എണ്ണം, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ, പിന്നെ കുറച്ച് പഞ്ചസാര 1 ടീസ്പൂൺ, കരിയാപ്പില 1 തണ്ട്, മല്ലിയില 1 തണ്ട്, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ, തേങ്ങാപ്പാൽ ഒരു 1/2 കപ്പ്. തേങ്ങാപ്പാൽ ഓപ്ഷണലാണ്, ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേർത്തതാണ് കേട്ടോ. സാമാന്യ വലുപ്പത്തിലുള്ള ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇടുക. 2 വലിയ സവാളയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതൊട്ടും കൂടുതലാണെന്ന് വിചാരിക്കേണ്ട, കാരണം ഇത് കുക്കായി വരുമ്പോൾ ഇതിൻ്റെ അളവ് കുറയുമല്ലോ. അതുപോലെ തന്നെ സാധാരണ നമ്മൾ മുട്ട റോസ്റ്റിന് ഒരുപാട് സവാള ചേർക്കാറുണ്ട്. കാരണം ഓരോ മുട്ടയിലും സവാള ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നതല്ലേ നമ്മൾ സാധാരണ കാണുന്നത്. പിന്നെ 2 വലിയ സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഒത്തിരി അങ്ങ് പേസ്റ്റ് ആക്കിയിട്ടില്ല ഞാൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലതുപോലെ അരച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ ഗരം മസാല പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം മുട്ട റോസ്റ്റിന് സാധാരണ ഇച്ചിരി നല്ല കളറായിട്ടിരിക്കുന്നതല്ലേ നല്ല, മറ്റേ മുളക് പൊടി ഞാൻ ചേർത്തില്ല. കാരണം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കരിയാപ്പില ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ തിരുമിയെടുക്കണം. വളരെ എളുപ്പത്തിൽ കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റാണിത്. വറുക്കലൊന്നുമില്ലല്ലോ, ഏറെ സമയം പാചകം ചെയ്യേണ്ടതുമില്ല. 5 മിനിറ്റ് മതി ഇത് റെഡിയായി വരും. രുചി ഭയങ്കര കേട്ടോ. നമ്മൾ സാധാരണ മുട്ട റോസ്റ്റ് കാര്യമായിട്ട് ഉണ്ടാക്കുന്ന അതേ രുചി തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ ഇച്ചിരി തേങ്ങാപ്പാൽ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടെ എല്ലാവർക്കും തേങ്ങാപ്പാൽ ഇഷ്ടമാണ്. അപ്പം അതൊരു ശകലം അധികമൊന്നും ചേർത്തില്ല, ഇത് വറ്റിച്ചെടുക്കണമല്ലോ. ഒരുപാട് വറ്റിക്കാനും ഞാൻ പോയില്ല. മുട്ട റോസ്റ്റ് എന്ന് പറയുന്ന സാധാരണ ഇങ്ങനെ ഒരുപാട് പറ്റി ഇങ്ങനെ ഇരിക്കുന്നതല്ലേ. ഞാൻ ആ തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്തു. നല്ലപോലെ തിരുമ്മി അതെല്ലാം കൂടെ ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വീണ്ടും ഞാനിത് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് ശരിക്കും ആ ഉള്ളി അരിഞ്ഞെടുക്കുന്ന അത്രയും താമസമേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ കുക്കർ അങ്ങോട്ട് വെക്കുമ്പോഴത്തേക്കിന് ആ തക്കാളിയുടെയും ഉള്ളിയുടെയൊക്കെ ജ്യൂസ് ഇറങ്ങി വരും. പക്ഷേ അത് അടി പിടിക്കാതിരിക്കാനായിട്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു പാത്രം, ഒരു കോപ്പ വെച്ചിട്ട് ഞാൻ 6 മുട്ട എടുത്തിട്ടുണ്ട്. അത് വെച്ച് ഒറ്റ ട്രിപ്പിൽ ഇത് രണ്ടും വെന്ത് വരും. അതിനകത്തൊരു കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഹീറ്റിൽ ഒരു 3 വിസിൽ അത്രയും മതി.
സംഭവം റെഡിയാണ്. അത് കുക്കായിട്ടുണ്ട്. നോക്കാം, മുട്ടയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ മുട്ട ഇതിനകത്ത് വെക്കണമെന്നില്ല, അല്ലാതെ പുഴുങ്ങിയും നിങ്ങൾക്ക് എടുക്കാമല്ലോ. പിന്നെ ഈ മുട്ട ഗ്യാസ് ഫ്ലെയിം ലാഭിക്കാനായിട്ട് സാധാരണ ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, മുട്ട ബോയിലായിട്ട് ഒരു കുറച്ച് നേരം, ഒരു 2-3 മിനിറ്റ് ബോയിലായിട്ട് നല്ലപോലെ ടൈറ്റായിട്ടുള്ളൊരു അടപ്പ് വെച്ച് അടച്ച് അവിടെ എങ്ങനെ വെച്ചേക്കും. അന്നേരം അത് നല്ലതുപോലെ ആവശ്യത്തിന് വെന്ത മുട്ടയായിട്ട് വരാറുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുക്കർ തുറന്നിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ വരഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് പകുതിക്ക് മുറിച്ചും ഇടാവുന്നതാണ്. അതിൻ്റെ കൂടെ ഞാൻ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, കംപ്ലീറ്റ് ഓപ്ഷണലാണ് മുട്ട റോസ്റ്റിൽ. സാധാരണ തേങ്ങാപ്പാൽ ചേർക്കാറില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ ഇത് മുട്ട ചേർത്തത് കാരണം വെന്ത മുട്ടയില്ല, അത് ഉടഞ്ഞു പോകാതിരിക്കാനായിട്ട് വളരെ സൂക്ഷിച്ചാണ് ഞാൻ അത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചുറ്റിച്ച് എടുത്താലും മതി. ഉപ്പ് നോക്കണേ, ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ശകലം കൂടെ ചേർക്കാവുന്നതാണ്. ഞാനിതൊന്ന്, എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു മുട്ട പൊട്ടി പോകുമെന്ന്, പുഴുങ്ങിയതല്ലേ. അത് കാരണം ഞാനതൊന്ന് ചുറ്റിക്കറക്കി എടുത്താണ്, ഉപ്പ് എല്ലായിടത്തും കൂടെ ഒന്ന് പിടിക്കാനായിട്ട്. എന്നിട്ട് ഞാൻ ചെറിയ സ്പൂൺ എടുത്തു, എല്ലാം കൂടെ. അത് ഇച്ചിരി കൂടെ എളുപ്പമാണ് വലിയ സ്പൂണിനേക്കാളും. സോൾട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ വീണ്ടും ചേർക്കുക. കുറച്ച് മല്ലിയില ഞാൻ തൂകുന്നുണ്ട്, ചെറിയ പീസസ് ആക്കി ഇടുക. പിന്നെ നമുക്ക് ഒരുപാട് നേരം നിന്നിങ്ങനെ ഉള്ളി റോസ്റ്റ് ഒന്നും ചെയ്തെടുക്കണ്ടല്ലോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് സൈഡ് ഡിഷാണ് ഈ എഗ് റോസ്റ്റ്. ഈ എഗ് റോസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പം, ചപ്പാത്തി, പുട്ട്, പിന്നെ പാലപ്പം, വെള്ളയപ്പം, ബ്രെഡ്, എല്ലാത്തിൻ്റെയും കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങളിങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം. നമ്മളൊന്ന് വീണ്ടും അതൊന്ന് തിളപ്പിച്ച് ഈ ചാറൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. ഒത്തിരി ഓടുന്നത് പോലുള്ള ചാറില്ല, ഇത് അതിനകത്ത് പുരണ്ടിരിക്കുന്ന ചാറേ ഉള്ളൂ. നമ്മളൊന്നുകൂടെ എന്താ കുക്ക് ചെയ്യുമ്പോഴത്തേനും അത് കുറുകി വരും, തണുക്കുമ്പം വീണ്ടും കുറുകും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നല്ലത്. ദേ അടിപൊളി മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയാണ്. എനിക്കിതിങ്ങനെ ഒരുപാട് ഇങ്ങനെയൊക്കെ പറ്റി ഇങ്ങനെ ഇരിക്കുന്നത് എനിക്കിഷ്ടമാണ്. നമ്മൾ അപ്പവും ചപ്പാത്തിയൊക്കെ പീസായിട്ട് മുറിച്ചൊന്ന് മുക്കാനായിട്ട്, അപ്പോൾ അതിന് ഞാൻ ഇത് വെച്ചിട്ടാണ് ഇങ്ങനെയാണ് ആക്കിയെടുത്തത്. സീനാസ് ഫുഡ് ബാസ്ക്കറ്റ് .com എന്നുള്ളതാണ് എൻ്റെ വെബ്സൈറ്റ്.